ഞാൻ സഹകാരിയിൽ മാത്രമാണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കോച്ചിങ്ങിന് കയറിയിട്ടുള്ളത്. അവിടുത്തെ ക്ലാസ്സും പിന്നെ അവിടുന്ന് ഞാൻ ക്ലാസ് കാണുന്നതിനെക്കാട്ടിയും കൂടുതൽ ഒരു ദിവസം ഒരു എക്സാം എങ്കിലും എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം എനിക്ക് എക്സാം എഴുതാൻ വിട്ടുപോയാൽ ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ ഒരു എക്സാം എങ്കിലും ഒരു ദിവസം എഴുതിക്കൊണ്ടിരിക്കും. സഹകാരി ഇന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ്. നമ്മുടെ സ്ഥാപനത്തിലെ ഇക്കഴിഞ്ഞ CSEB എക്സാമിനേഷനിൽ ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മളെ റാങ്ക് ഏതൊക്കെയായിരുന്നു? 7ഉം 8ഉം പിന്നെ 25, 53 റാങ്ക്. ഇപ്പോൾ ഏത് ബാങ്കിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഉമേനല്ലൂർ സർവീസ് ബാങ്ക് കൊട്ടിയം ബ്രാഞ്ചിൽ. കൊട്ടിയം ഉമേനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്ത മിടുക്കി ആയിട്ടുള്ള അമൃതയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ വളരെ ലേറ്റായി, നിങ്ങൾക്ക് കാണാം വെളിച്ചക്കുറവുണ്ടായിരിക്കും, കാരണം യാത്രയാണ്, അതുകൊണ്ടാണ്. അമൃത ശരിക്കും ആക്ച്വലി നമ്മൾ ഇത് പഠനം തുടങ്ങി എത്തണമായി മോളെ? ഒരു വർഷം, കറക്റ്റ് പറഞ്ഞ ഒരു വർഷം തന്നെയാണ്. ഓക്കെ, ഒരു വർഷത്തെ പഠനം കൊണ്ട് ടാലന്റ് കണ്ടി കയറി മെടുക്കി. ഓക്കെ, സഹകാരി നടത്തിയ ഒരു ടാലന്റ് ഹണ്ട് എക്സാമിനേഷൻ അല്ലേ? ടാലന്റ് ഹണ്ട് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാമിനേഷൻ്റെ ഒരു വിന്നറായിട്ട് കൂടിയാണ് അമൃത സഹകാരിയിലേക്ക് വരുന്നത്. നമ്മളെ എന്താണ് നമ്മളുടെ ഒരു മൊത്തത്തിലുള്ളൊരു സ്റ്റഡി സ്ട്രാറ്റജിയെ കുറിച്ച് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്? ഞാൻ സഹകാരിയിൽ മാത്രമാണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കോച്ചിങ്ങിന് കയറിയിട്ടുള്ളത്. അവിടുത്തെ ക്ലാസ്സും പിന്നെ അവിടുന്ന് ഞാൻ ക്ലാസ് കാണുന്നതിനെക്കാട്ടിയും കൂടുതൽ ഒരു ദിവസം ഒരു എക്സാം എങ്കിലും എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം എനിക്ക് എക്സാം എഴുതാൻ വിട്ടുപോയാൽ ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ ഒരു എക്സാം എങ്കിലും ഒരു ദിവസം എഴുതിക്കൊണ്ടിരിക്കും. എന്നിട്ട് എനിക്ക് തെറ്റുന്ന ക്വസ്റ്റ്യനും ആൻസറും ഒരു ഡയറിക്കകത്ത് എഴുതി വെച്ച് പഠിക്കുമായിരുന്നു. പിന്നെ അത് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി വരുന്ന പരീക്ഷകളുടെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ആ ഒരു ക്ലാസ് വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു പോയിന്റ് അപ്പുറത്തേക്ക് പോയിന്റിന് വേറെ വരില്ല. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഡെയിലി എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹകാരി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു സാധനം റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ ആവർത്തിച്ച് ഉറപ്പിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രാധാന്യം എല്ലാം നമുക്ക് വെബിനാർ സെഷനിൽ സംസാരിക്കാൻ പറ്റും. പിന്നെ അതിനോടൊപ്പം എക്സാമിനേഷൻ്റെ പ്രാക്ടീസിനോടൊപ്പം നമ്മുടെ മെന്റർഷിപ്പ് കാര്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എടുത്ത് പറയണം. മെന്ററായിട്ട് വന്നിട്ട് ഇപ്പം എൻ്റെ സിസ്റ്ററിനെ പോലെ നിൽക്കുന്ന ഒരാളാണ് മേഘ. മേഘ എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചിലപ്പോഴൊക്കെ എക്സാമിന് 53 അല്ലെങ്കിൽ എപ്പോഴും 45 ആ കട്ട് ഓഫ് നിൽക്കുമ്പോൾ ഞാൻ അവളത്ത് പറയും എനിക്ക് പറ്റത്തില്ല, എനിക്ക് കിട്ടത്തില്ല അവളത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അവൾ നിനക്ക് കിട്ടും നീ എഴുതെന്ന് പറഞ്ഞ് അവളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു സിസ്റ്ററിനെ പോലെ ഇപ്പോഴും കൂടെ ഉണ്ട്, ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ, ഇന്നിപ്പോൾ കാണുന്ന എല്ലാ സക്സസ് സ്റ്റോറിയിലും മെന്റർഷിപ്പിന്റെ സ്ട്രെങ്ത് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് അവർ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കൂടിയും അല്ലേ, അവള് വീട് കോട്ടയത്തല്ല എറണാകുളത്താണ്. അപ്പോൾ നമുക്കൊരു അനിയത്തി പോലെ, എല്ലാവർക്കും ഒരു അനിയത്തി പോലെയാണ് മേഘ. അതേപോലെ ആ ഒരു ബാച്ചിന് അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ നോക്കുന്ന കാര്യത്തിൽ. പക്ഷേ നമ്മൾ എടുത്തു വന്നതിൽ സക്സസ് സ്റ്റോറി ഏറ്റവും കൂടുതൽ സനോജ് സാറിൻ്റെ ആയിരുന്നു കേട്ടോ. സനോജ് സാറിന്റെ പിള്ളേരായിരുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പം മേഘ, കൺഗ്രാറ്റ്സ് കേട്ടോ മേഘ, വെരി ഗുഡ്, കീപ് ദ സ്പിരിറ്റ് അപ്പ്. അപ്പോൾ മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ബാച്ചിൽ ആരാണോ മെന്ററായിട്ട് വരുന്നത് അവരെ കൊണ്ട് മാക്സിമം ക്ലാസ് എടുപ്പിക്കുക. അതുപോലെ അവരെ സംശയങ്ങൾ ചോദിച്ച് അവരെ ശല്യപ്പെടുത്തുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്ഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സിന്റെ കുറവ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഐ മീൻ നമുക്കൊരു ഓൺലൈൻ ക്ലാസ് എന്നാണെങ്കിലും ഒരു ഓഫ്ലൈൻ പോലെ ഫീൽ ചെയ്ത് വന്നിട്ടില്ല മക്കളെ. അതാണ്. അപ്പോൾ അത് മാക്സിമം ആ ഒരു ഫുൾ ടൈമറായിട്ട് നിൽക്കുന്ന ഒരാളിനെ ആ ഫീൽ ഉണ്ടാകത്തുള്ളൂ. വെറുതെ ഒന്ന് അഡ്മിഷൻ എടുത്തിട്ട് യാതൊരു കാര്യമില്ല. അത് ഞാൻ നിങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. അഡ്മിഷൻ എടുത്ത് അവിടെ കിടന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന തരത്തിലുള്ള ഒരു മേഖലയാണിത്. അപ്പോൾ ഈ വരാൻ പോകുന്ന പുതിയ ആൾക്കാരുണ്ടാവും മക്കളെ. ഇപ്പോൾ തന്നെ BCom കോർപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്, കഴിഞ്ഞ് പരീക്ഷ എഴുതിക്കിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെടുത്ത് കൊടുക്കാൻ വേണ്ടി സന്ദേശം എന്താണ്? അവരെടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ ചുറ്റിലും കുറേ പേര് കാണും. ഈ ജോലി കാശ് കൊടുത്ത് മേടിക്കുന്ന, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടുന്ന, അല്ലെങ്കിൽ കൊടി പിടിക്കുന്നവർക്ക് മാത്രമേ കിട്ടൂ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കാണും. എല്ലാവരും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിരിക്കും. ഒരിക്കലും അല്ല, പഠിച്ച ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും ജോലി കിട്ടും. ഒരു ജോലിയെന്ന സ്വപ്നമായിട്ട് പ്രയത്നിക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ആ ജോലിയിൽ എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.